പ്രേമവും പകയും ചേർന്നൊരുക്കിയ ഒരു ആസൂത്രണം ആയിരുന്നു ആലപ്പുഴയിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതക കഥ. വിജയലക്ഷ്മിയെ കൊന്ന ജയചന്ദ്രൻ. ആരും അവരെ അന്വേഷിക്കില്ലെന്നാണ് ആദ്യം കരുതിയത്. വിജയലക്ഷ്മിയെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആരായിരിക്കും അന്വേഷിച്ചു വരിക എന്ന ചോദ്യത്തിന് ജയചന്ദ്രൻ ആരും മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് എളുപ്പത്തിൽ കൊന്നുകളയാമെന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ സഹോദരിയും കൂട്ടരും അന്വേഷിച്ചിറങ്ങുമെന്ന് മനസ്സിലാക്കി ചെയ്ത അതിബുദ്ധിയാണ് ജയചന്ദ്രനെ ഇപ്പോൾ അഴിക്കുള്ളിലാക്കിയതെന്ന് പറഞ്ഞേ മതിയാകൂ. വിവാഹമോചിതയായ വിജയലക്ഷ്മിയുടെ മറ്റൊരു പ്രണയത്തോട് തോന്നിയ അസൂയയും കുശുമ്പും ജയചന്ദ്രനെ കൊലയാളിയാക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ ബസ്സിൽ ഉപേക്ഷിച്ചതാണ് കൊലപാതകം കണ്ടെത്തുന്നതിൽ നിർണായകമായത്. അഴീക്കൽ ഹാർബറിൽ വെച്ചാണ് പ്രതിയും വിജയലക്ഷ്മിയും അടുപ്പത്തിലായത്. സുധീഷ് എന്നൊരാളുമായി വിജയലക്ഷ്മി ബന്ധം പുലർത്തിയിരുന്നു. 2 വർഷം മുൻപ് വിജയലക്ഷ്മിയെ കാണാൻ പോയ ജയചന്ദ്രനെ കരുനാഗപ്പള്ളിയിൽ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ഭാര്യയും മകനെയും അറിയിക്കുകയും ചെയ്തു. ഇത് ജയചന്ദ്രന് അപമാനമായി മാറി. സംഭവം വിജയലക്ഷ്മിയുടെ അന്നു മുതൽ സംശയമായി മാറി. സുധീഷിനെയും അന്നു മുതൽ സംശയിച്ചു. ഇതേ തുടർന്ന് ജയചന്ദ്രന്റെ ഭാര്യ സിനിമോൾ വിജയലക്ഷ്മിയെ കണ്ടു. ഭർത്താവുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനെല്ലാം പിന്നാലെ സുധീഷാണ് എന്ന ജയചന്ദ്രന്റെ സംശയവും ഉതിർന്നു വന്നു. ഇതേ സുധീഷുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയതാണ് കൊല നടത്തിയതെന്ന് പറയുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് കൊല നടന്ന ദിവസം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഈ പക മനസ്സിലുള്ളപ്പോഴാണ് വിജയലക്ഷ്മി സുധീഷുമായുള്ള ബന്ധം അവരുടെ ഫോൺ വിളിയിലൂടെ അന്ന് രാത്രി ജയചന്ദ്രനെ കണ്ടെത്തിയതും. കൊല നടത്തി 10 ദിവസത്തോളം സാധാരണ ജീവിതം നയിച്ച പ്രതിയെ മൊബൈൽ ഫോൺ കണ്ടെത്തൽ കുടുക്കിലാക്കി. അങ്ങനെ ജയചന്ദ്രൻ റിമാൻഡിലായി. 14 ദിവസത്തേക്ക് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാളെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. കരുനാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടന്നത് അമ്പലപ്പുഴയിലായതിനാൽ നിയമ നടപടികൾക്ക് ശേഷം കേസ് അമ്പലപ്പുഴ പോലീസിന് കൈമാറുകയും ചെയ്യും. നവംബർ 6 തീയതി മുതൽ തന്നെ കാണാതായ യുവതിയെ അമ്പലപ്പുഴയിൽ വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. ജയചന്ദ്രന്റെ വീടിന് സമീപത്ത് നിന്ന് കുഴിച്ചെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. വിജയലക്ഷ്മിയുടെ ഒഡീഷയിലുള്ള സഹോദരനെത്തിയ ശേഷം കൊല്ലം കുലശേഖരപുരത്തെ വീട്ടിൽ സംസ്കരിക്കുകയും ചെയ്തു. അഴീക്കൽ ഹാർബറിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ പരിചയപ്പെടുന്നത്. വിവാഹബന്ധം വേർപെടുത്തി കുലശേഖരപുരത്ത് തനിച്ച് വാടകയ്ക്ക് താമസിക്കുന്നയാളായിരുന്നു വിജയലക്ഷ്മി. യുവതിയുമായി കഴിഞ്ഞ 2.5 വർഷമായി ജയചന്ദ്രൻ അടുപ്പമുണ്ടായിരുന്നു. വിജയലക്ഷ്മി ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ പലവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ജയചന്ദ്രന്റെ കുടുംബം പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.